യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി മഞ്ജു താഴത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ കാഴ്ച കാണുന്ന സ്വപ്നയും ഭാനുമതി അമ്മയും മഞ്ജുവിനെ നോക്കി ദേഷ്യത്തിൽ നിൽക്കുവാണ്. അങ്ങനെ മഞ്ജു അവരുടെ അരികിലേക്ക് വന്നിട്ട് പറയണേ, അമ്മേ ഞാൻ ഇന്ന് തൊട്ട് സ്റ്റേഷനിലേക്ക് പോകാൻ തുടങ്ങുക. ഇവിടെ നിന്നാണെങ്കിലും വെറുതെ ഇരിക്കുവാണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ലീവ് ക്യാൻസൽ ചെയ്ത് തിരികെ ജോലിക്ക് കയറാമെന്ന് വിചാരിച്ചു. അന്നേരം ഭാനുമതി പറയണേ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്. നീ ഇവിടെ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് സമാധാനം. അത്ര നേരമെങ്കിലും നിന്റെ തിരുമോത്ത കാണണ്ടല്ലോ. അമ്മേ എന്നാൽ ഞാൻ പോകുക. അങ്ങനെ പറഞ്ഞ് മഞ്ജു പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം ഭാനുമതി പറയണേ, അതെ ഒന്ന് നിന്നേ. ഒരു പോലീസുകാരി ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടി പോകുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് അപമാനമാണ്. അതുകൊണ്ട് നീ മുമ്പിലുള്ള വഴി കൂടി പോകണ്ട, പിന്നാമ്പുറത്തു കൂടി പോയാൽ മതി. അങ്ങനെ മഞ്ജു പിന്നാമ്പുറത്തു കൂടി പുറത്തേക്ക് പോകുവാണ്. ഈ സമയം സ്വപ്ന പറയണേ, കണ്ടില്ലേ അമ്മേ അവളുടെ അഹങ്കാരം, ഇത് വെച്ച് പറപ്പിക്കരുത്. അന്നേരം ഭാനുമതി പറയണേ, അവളെ എങ്ങനെ ഒതുക്കണമെന്ന് എനിക്കറിയാം. നീ കണ്ടോ, അവളുടെ അഹങ്കാരമൊന്നും ഇവിടെ ഭാനുമതിയുടെ അടുത്ത് നടക്കില്ല. പിന്നീട് കാണിക്കുന്നത് ഗോപാൽജിയുടെ വീടാണ്. അവിടെ ഫോണിൽ നോക്കിയിരിക്കുന്ന ഗോപികയായിരിക്കും കേട്ടോ മഞ്ജു വരുമ്പോൾ കാണുന്നത്. അങ്ങനെ മഞ്ജുവിന് ആളെ മനസ്സിലാവുന്നില്ല. മഞ്ജു അങ്ങനെ അകത്തേക്ക് കയറുക. അന്നേരം ഗോപിക ചോദിക്കണേ, അല്ല എങ്ങോട്ടേക്കാ? പോലീസുകാരൊന്നും ഗോപാൽജിയുടെ വീട്ടിലേക്ക് വരാറില്ല, പ്രത്യേകിച്ച് നിന്നെ പോലെയുള്ള കോൺസ്റ്റബിൾമാരും. അന്നേരം മഞ്ജു പറയണേ, ഞാൻ ഇവിടെ ജോലിയുടെ ഭാഗമായിട്ടല്ല വന്നത്, ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ടാ. അല്ല മാഡം ആരാ? എനിക്ക് മനസ്സിലായില്ല. അന്നേരം ഗോപിക പറയണേ, എന്നെ മനസ്സിലായില്ലെന്നോ? എന്നെ ഈ നാട്ടിൽ അറിയാത്തവരായിട്ട് ആരുമില്ല. ഞാൻ ഗോപിക, ഗോപാൽജി എൻ്റെ ചേട്ടനാ. അല്ല നീ ഏതാ? ഈ സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് ശാലിനി വരുന്നത്. മഞ്ജുരെ കാണുന്നതും ശാലിനിക്ക് അങ്ങ് കലി കയറുക. നീയോ? നീ എൻ്റെ ജീവിതം നശിപ്പിച്ചോളാ, എന്ത് ധൈര്യത്തിലടി നീ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? അന്നേരം ഗോപിക ചോദിക്കണേ, ശാലിനി നിനക്കറിയോ ആരാ ഇവള്? അന്നേരം ശാലിനി പറയണേ, ഇവളാണ് മഞ്ജു, എൻ്റെ ഗിരിയെ തട്ടിയെടുത്തവള്. അതേക്കുമ്പോൾ ഗോപിക പറയണേ, ഓഹോ അത് ശരി, അപ്പം ഇവളാണോ മഞ്ജു? അയ്യേ എന്ത് കണ്ടിട്ടാണോ ഗിരി ഇവളെ കല്യാണം കഴിച്ചത്? നിന്റെ അയലത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ ഇവൾക്ക്? അന്നേരം മഞ്ജു പറയണേ, മാഡം പറഞ്ഞത് ശരിയാ, ശാലിനിയുടെ അയലത്ത് നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല, പക്ഷേ ഗിരിയേട്ടൻ്റെ കയ്യകെടുത്ത് നിൽക്കാനുള്ള യോഗ്യത എനിക്കുണ്ട്, അവകാശമുണ്ട്. അതേക്കുമ്പോൾ ശാലിനി ഡി എന്ന് പറഞ്ഞ് ഒച്ച വെക്കുക. അന്നേരം മഞ്ജു പറയണേ, അതെ കൂടുതൽ ഒച്ച വെക്കണ്ട, സ്റ്റാർ ഒന്നുമില്ലെങ്കിലും ഞാനൊരു പോലീസുകാരി തന്നെയാ. ഈ പോലീസ് യൂണിഫോമിനോട് കാണിക്കേണ്ട ഒരു ബഹുമാനമുണ്ട്. ഈ സമയം ഗോപിക പറയണേ, നീ എന്തിനാ ഇവൾക്കൊക്കെ വിലയെടുക്കാൻ പോകുന്നത്? ഇത് നാട്ടുകാരറിഞ്ഞാലേ അത് ഇവൾക്കൊരു ക്രെഡിറ്റാ. ഇവളെപ്പോലുള്ള പരാഗ ജന്തുക്കളെയൊന്നും നമ്മൾ മൈൻഡ് ആക്കാനും നിൽക്കരുത്. അന്നേരം മഞ്ജു പറയണേ, മാഡം പറഞ്ഞ പരാഗ ജന്തു ആരാണെന്നൊക്കെ ഈ നാട്ടുകാർക്കറിയാം. പണ്ട് സൈക്കിളിൽ ചായ കച്ചവടമായിട്ട് നടന്നിരുന്ന ഒരാളുണ്ടായിരുന്നു. ആ ആൾ ഇവിടുത്തെ നാട്ടുകാരുടെ പണവും സന്തോഷവും ആരോഗ്യമെല്ലാം വലിച്ചു കുടിച്ച് വലിയ സമ്പന്നനായി മാറി. ആ പരാഗജന്തു ആരാണെന്ന് എല്ലാവർക്കും അറിയാം, ഗോപാൽജി, ഇവളുടെ അച്ഛൻ. ഡി നീ എന്താടി പറഞ്ഞത് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ മഞ്ജു പറയണേ, എന്തേ ഞങ്ങളെപ്പോലെ പാവപ്പെട്ടവര് ഇതുപോലെ നിന്റെയൊക്കെ മുമ്പിൽ നേരെ നിന്ന് സംസാരിക്കില്ലെന്ന് നീ വിചാരിച്ചോ? കുറേ ഞങ്ങൾ സഹിക്കും, പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ കഴിഞ്ഞാ പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ എങ്ങനെയാ പ്രതികരിക്കാമെന്ന് നിനക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. കൂടുതൽ കളിച്ചാൽ വലിച്ചു കീറി ഭിത്തിയിൽ ടൊട്ടിക്കാനും ഞങ്ങൾക്കറിയാം. പിന്നെ ഞാനിപ്പോൾ വന്നത് ദാ ഈ സാധനങ്ങൾ തിരികെ തരാനാ. നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാവാനായിട്ട് എൻ്റെ വിവാഹത്തിന് ഇവിടുത്തെ ഗോപാൽജി തന്ന സ്വർണ്ണാഭരണങ്ങളാണ്. ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്കാരുടെയും ഔദാര്യം ആവശ്യമില്ലെന്ന് മാഡത്തിൻ്റെ ആങ്ങൾ വരുമ്പോൾ ഒന്ന് പറഞ്ഞേക്കും. അങ്ങനെ പറഞ്ഞ് മഞ്ജു അവിടെ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം ശാലിനി പറയണേ, ഡി നിക്കടി, ഗിരീനെ സ്വന്തമാക്കിയെന്നോർത്ത് നീ അധികം നെകളിക്കണ്ട. ഗിരി എൻ്റെതാ, എൻ്റേത് മാത്രം. അവനെ ഞാൻ എന്നിലേക്ക് തന്നെ തിരികെ എത്തിച്ചിരിക്കും, അതെൻ്റെ വാശിയാണ്. അന്നേരം മഞ്ജു പറയണേ, നാണില്ലേടി നിനക്ക് മറ്റൊരാളുടെ ഭർത്താവിനെ സ്വന്തമാക്കാൻ നടക്കാൻ? കഷ്ടം തന്നെ നിൻ്റെ കാര്യം. അന്നേരം ഗോപിക പറയണേ, ഞങ്ങൾ ആഗ്രഹിച്ചതൊക്കെ ഞങ്ങൾ ഏത് വിധേയനെങ്കിലും നേടിയെടുത്തിരിക്കും, അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ചരിത്രം. ശാലിനി മോള് ഗിരി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പറഞ്ഞതുപോലെ തന്നെ അവൾ അവനെ സ്വന്തമാക്കിയിരിക്കും. നമ്മളിൽ ആരാ ജയിക്കുകയെന്ന് നമുക്ക് കാണാം എന്ന് ശാലിനി പറയുമ്പോൾ മഞ്ജു പറഞ്ഞേ, ആ ശരി കാണാം. അങ്ങനെ പറഞ്ഞ മഞ്ജു അവിടെ നിന്ന് പോകുവാണ്. ഈ സമയം ഗോപിക ശാലിനിയോട് ചോദിക്കണേ, ഡി നീയല്ലേ പറഞ്ഞത് ഇവളൊരു പൂച്ചക്കുട്ടിയാന്ന്? കണ്ടില്ല അവളുടെ ശൗര്യം, ഇവളൊരു പുലിക്കുട്ടിയാണല്ലോ. ആദ്യ ശത്രുവിൻ്റെ ബലം അംഗീകരിക്കാൻ പറ്റണം. അന്നേരം ശാലിനി പറയണേ, എനിക്കതൊന്നും അറിയണ്ട, അവളെ എൻ്റെ മുമ്പിൽ എങ്ങനെയെങ്കിലും മുട്ടുകുത്തിക്കണം, എനിക്കത് മതി. അങ്ങനെ പറഞ്ഞ ശാലിനി അകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് തിരികെ സ്റ്റേഷനിലെത്തുന്ന മഞ്ജുവിനെയാണ്. അങ്ങനെ മഞ്ജുവിനെ കാണുന്നതും അവിടെയുള്ള സഹപ്രവർത്തകർക്ക് ചോദിക്കണേ, അല്ല മഞ്ജു ഇത്രയും പെട്ടെന്ന് എന്തിനാണ് നീ ജോയിൻ ചെയ്തത്? കുറച്ച് ദിവസം ലീവ് ഉണ്ടായല്ലേ, നീ ഗിരിയുമായിട്ട് ഹണിമൂണൊന്നും പോയില്ലേ? ഈ സമയം ഇത് കേട്ടാണ് അങ്ങോട്ടേക്ക് വരുന്ന ഫ്രാൻസിസ് പറയുക, അതിന് എങ്ങനെ പോകാനാ, ഗിരിവളെ ഇഷ്ടത്തോടെ കല്യാണം കഴിച്ചതൊന്നുമല്ലല്ലോ, ഇവൻ്റെ തലയിലായതല്ലേ. ഗോപാൽജിയുടെ മകൻ സഞ്ജയ് ഒരു മണ്ടനാണെന്നാ ഇവൾ വിചാരിച്ചത്. ഇവളും ഗിരിയുമായിട്ടുള്ള ബന്ധമൊക്കെ നാട്ടിൽ മുഴുവൻ പാട്ടല്ലേ, അതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് അവൻ ഇവളെ കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ ആ ചക്കനാണെങ്കിലോ
ഗിരിയുടെ ഇവളുടെയും ബന്ധം പറഞ്ഞ് വിവാഹത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ അവസാനം കല്യാണം കൂടാവുന്ന ഗിരിക്ക് തന്നെ ഇവളെ കല്യാണം കഴിക്കേണ്ടി വന്നല്ലോ. അങ്ങനെയുള്ളവർ എങ്ങനെ ഹണിമൂണിന് പോകാനാ? ഈ സമയം അവിടെയുള്ളൊരു പോലീസുകാരൻ പറഞ്ഞേ, സാറേ നമ്മൾ തന്നെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കഥയൊന്നും കെട്ടിച്ചമച്ച് പറയല്ലേ. അന്നേരം ഫ്രാൻസിസ് പറയണേ, ഇത് ഞാനായിട്ട് കെട്ടിച്ചമച്ച കഥയൊന്നുമല്ലല്ലോ. ഈ നാട്ടിൽ എല്ലാവർക്കും ഇതറിയാം, ആർക്കായിനി അറിയാനുള്ളത്? ഈ സമയം അരവിന്ദൻ സാറ് മഞ്ജുവിനോട് ചോദിക്കണേ, അല്ല മോളെ, മോൾ എന്തിനാ ഇത്ര പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഞാൻ കുറേ നാൾ ലീവ് എടുത്തതല്ലേ. ഇനിയും കൂടുതൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ മിനിമോൾക്ക് കിട്ടിയതുപോലെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ എല്ലാം കിട്ടിയാലോ? അന്നേരം അരവിന്ദൻ പറയണേ, എന്താണെങ്കിലും ശരി, ഇവിടെ ഒരു വനിതാ കോൺസ്റ്റബിൾ ഇല്ലാത്ത കാരണം ഞങ്ങളാകെ വലഞ്ഞിരിക്കുമായിരുന്നു. സ്ത്രീകളാരെങ്കിലും പരാതിയുമായിട്ട് വന്നാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് മോള് വന്നപ്പോൾ സത്യം പറഞ്ഞൊരു ആശ്വാസമായി. എനിവേ, വെൽക്കം ബാക്ക് കോൺസ്റ്റബിൾ മഞ്ജു. അന്നേരം അവിടെയുള്ള ഒരാൾ പറയണേ, സാറേ കോൺസ്റ്റബിൾ അല്ല, WCPO. സോറി, പ്രായമായില്ലേ മോളെ. വെൽക്കം ബാക്ക് WCPO. ഇതൊക്കെ കേൾക്കുമ്പോൾ ഫ്രാൻസിസ് പറയണേ, ഒരു ഗുണ്ടയുടെ ഭാര്യയെ വന്നവൾക്ക് ഇത്രയൊക്കെ സ്വീകരണം വേണോ? ഇനി പോലീസ് സ്റ്റേഷനിൽ ഒരു ഇല ഇളങ്ങിയ ഉടൻ തന്നെ ആ കാര്യം ഗിരി അറിയും, ഇവളവനെ അറിയിക്കും. അന്നേരം മഞ്ജു പറയണേ, മാധവനെന്ന് എൻ്റെ അച്ഛൻ ഒരു സത്യസന്ധനായ പോലീസുകാരനായിരുന്നു. അക്കാര്യത്തിൽ ഇവിടെ ആർക്കും സംശയമില്ലല്ലോ. ആ മാധവൻ്റെ മോളാ ഞാൻ. എനിക്ക് ഡ്യൂട്ടി തന്നെയാണ് ഏറ്റവും വലുത്. അന്നേരം ഫ്രാൻസിസ് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുക. അപ്പോൾ അരവിന്ദൻ പറയണേ, എന്താണെങ്കിലും അത് നന്നായി. ഇടയ്ക്കിടയ്ക്ക് ഫ്രാൻസിസിന് ഇതുപോലെ ഒരു കൊട്ടു കൊടുക്കണം. എന്നാൽ ശരി, മോളുടെ കാര്യത്തിലേക്ക് കിടന്നു. അങ്ങനെ മഞ്ജുയുടെ ജോലികൾ നോക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഗോപാൽജിയുടെ വീട്ടിലെത്തുന്ന ഗിരീനെയാണ്. ഗിരി അങ്ങനെ ഗോപിയോട് ചോദിക്കണേ, എന്താ ഗോപിക മാഡം, എന്താ എന്നോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്? അന്നേരം ഗോപിക മഞ്ജു കൊണ്ടുവന്ന ആ സാധനങ്ങളൊക്കെ ഗിരിയെ കാണിച്ചു കൊടുക്കണേ. കണ്ടില്ലേ, ഇതിൻ്റെ കാര്യത്തിൽ എന്താ തീരുമാനം എന്ന് ചോദിക്കാനാ. ഇതൊക്കെ ഗോപാൽജി മഞ്ജുവിൻ്റെ വിവാഹത്തിന് സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കൊടുത്ത സാധനങ്ങളാ, ആഭരണങ്ങളും മറ്റുമാണ്. അത് മഞ്ജു ഇന്ന് രാവിലെ ഇവിടെ തിരികെ കൊണ്ടുവന്ന് തന്നു. അവൾക്കാരുടെയും ഔദാര്യം വേണ്ട പോലും. ഗിരി, നിന്റെ തീരുമാനം എന്താ? അന്നേരം ഗിരി പറയണേ, സഞ്ജുവിൻ്റെ ഭാര്യയായി ഈ വീട്ടിലെ മരുമകളായി മഞ്ജു വരുമെന്ന് വിചാരിച്ച ഗോപാൽജി ഇതൊക്കെ അവൾക്ക് കൊടുത്തത്. പക്ഷേ എന്നാൽ കാര്യങ്ങളെല്ലാം മാറി പറഞ്ഞു. മഞ്ജു എൻ്റെ ഭാര്യയായി. ആ നിലക്ക് ഇത് ഞാനായിട്ട് തന്നെ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കായിരുന്നതാ. എന്താണെങ്കിലും അവൾ എന്നെ ഇത് കൊണ്ടുവന്ന് തന്നല്ലോ. ഞങ്ങൾക്ക് എന്താണെങ്കിലും ഇത് ആവശ്യമില്ല. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, അവളും ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതൊക്കെ അതിൽ നിന്നും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. അന്നേരം ഗോപിക പറയണേ, നിനക്കും മഞ്ജുവിനും ഒരേ മനസ്സാണല്ലോ, രണ്ടാൾക്കും ഒരേ തീരുമാനം തന്നെയാണല്ലോ. അല്ല അതിരിക്കട്ടെ, മഞ്ജുവിനെ പോലീസ് ജോലിക്കാൻ വിടാനാണോ നിന്റെ തീരുമാനം? അതൊന്നും എനിക്കറിയില്ല, അതൊക്കെ അവളുടെ ഇഷ്ടമല്ലേ. ഈ സമയം ഗോപിക പറയണേ, എന്താണെങ്കിലും അവൾക്ക് അവളുടെ അച്ഛൻ്റെ പോലത്തെ അതേ അഹങ്കാരവും ധാഷ്ട്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ അവൾ ഗോപാൽജിനെ പരാഗജന്തു എന്ന് വിളിച്ചത്. അവൾ ഗോപാൽജിനെ അങ്ങനെ വിളിച്ചോ? അങ്കി അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഞാൻ ഇപ്പം തന്നെ അവളോട് ചോദിക്കാൻ പോകുക. ഗിരി, നീ ഇതെങ്ങോട്ടേക്കാണ് പോകുന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക്. അവളോട് ഇപ്പം തന്നെ ചോദിക്കണമല്ലോ, ഗോപാൽജിയെ അപമാനിക്കാൻ അവൾക്കാരാ അവകാശം കൊടുത്തത്. അന്നേരം ഗോപിക ഗിരിയെ തടയണേ, പോലീസ് സ്റ്റേഷനിൽ പോയി നീ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. വൈകിട്ട് അവൾ വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത്, അപ്പം ചോദിക്കാം. നീ സമാധാനമായിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ ഗിരി അവിടെ നിന്നും പോകുക. ഈ സമയം ഗോപിക ചിരിച്ചുകൊണ്ട് പറയണേ, പോലീസ് സ്റ്റേഷനിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയാൽ പോലീസുകാരി പിടിച്ചു മാറ്റും. വീട്ടിലാവുമ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതെല്ലാം ആ മഞ്ജുവിന് കൈയോടെ വാങ്ങിക്കാൻ പറ്റും. ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന മുകുന്ദനുണ്ണിനെയാണ്. അവിടെയുള്ള ഒരു പയ്യനെ ജാമ്യത്തിലെടുക്കാൻ വന്നതാണ് കേട്ടോ. അങ്ങനെ അരവിന്ദൻ സാറിനോട് മുകുന്ദൻ പറയണേ, സാർ, നിങ്ങൾ എന്തടിസ്ഥാനത്തിൻ്റെ പേരിലാണ് ഈ പയ്യനോട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്? ഇവൻ്റെ അയൽവക്കക്കാരന് ഇവൻ്റെ കുടുംബത്തോട് തീരാത്ത പകയും വൈരാഗ്യമൊക്കെ ഉണ്ട്. അയാളൊരു കള്ളക്കോസ് കൊടുത്താൽ ഇവനെ ഇവിടെ അകത്താക്കിയിരിക്കുന്നത്. അന്നേരം പോലീസുകാരൻ പറയണേ, അത് ശരി, ആ പിയോൺ ടെറസിൽ കഞ്ചാവ് കൃഷി നടത്തുന്നതിന് ഒരു കുഴപ്പമില്ല അല്ലേ? കഞ്ചാവ് കൃഷിയോ? അത് ശരി, അപ്പോൾ വക്കീല് കേസ് എന്താന്ന് പോലും അറിയാതെയാണോ പ്രതിയെ ജാമ്യത്തിലെടുക്കാൻ വന്നത്? അന്നേരം മുകുന്ദൻ ആ പയ്യനെ നോക്കിയിട്ട് പറയണേ, എടാ നല്ലവനായ ഉണ്ണി, സാർ, ഇവനെ പുറത്തു വിടാനായിട്ട് വല്ല വകുപ്പും ഉണ്ടോ? ഈ സമയം ആ സാറ് പറയണേ, എൻ്റെ വക്കീൽ സാറേ, ഇവൻ സ്വന്തമായിട്ട് കൃഷി നടത്തിയതാണെങ്കിൽ പിന്നെ സഹിക്കാം, എന്തെങ്കിലും ശിക്ഷയിലുള്ളവെങ്കിലും കൊടുക്കാമെന്ന് വിചാരിക്കുക. എന്നാൽ ഇവൻ ആ കഞ്ചാവ് സ്കൂൾ പിള്ളേർക്ക് വിൽപ്പന വരെ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് വക്കീൽ സാർ തൽക്കാലം ഇവിടുന്ന് പോയിക്കോ, ഇവന് ജാമ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ മുകുന്ദൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ മഞ്ജുവിനെ കാണുന്നത്. അന്നേരം മുകുന്ദൻ പറയണേ, ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിനെ കാണാൻ വന്നതാ. ആ സമയം മഞ്ജു പറയണേ, മനസ്സിലായി, വക്കീലിൻ്റെ ക്ലയൻറ്റ് ഒട്ടും മോശമല്ല. അന്നേരം മുകുന്ദൻ പറയണേ, അത് പിന്നെ എനിക്ക് ഇവൻ്റെ അമ്മേനെ അറിയാം, ഇവൻ്റെ അമ്മയുടെ നിന്ന് കുറച്ച് കൂടുതൽ അഡ്വാൻസ് വാങ്ങിപ്പോയി, അതാണ്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും കേസൊന്നും ഏറ്റെടുക്കില്ല. അല്ല അതിരിക്കട്ടെ, വീട്ടിലെങ്ങനെയുണ്ട്? ഭാനുമതി അമ്മയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അന്നേരം മഞ്ജു പറയണേ, അത് ഓരോ ദിവസം കൂടുന്നതും വഷളായി വരിക.
ഗിരിയുടെ പെരുമാറ്റം എങ്ങനെയാ? അന്നേരം മഞ്ജു പറഞ്ഞേ, ഗിരിയേട്ടൻ എന്നോടൊന്നും സംസാരിക്കുന്നു പോലൊന്നുമില്ല. ഈ സമയം മുകുന്ദൻ പറഞ്ഞേ, എല്ലാം ശരിയാവും മഞ്ജു. ഗിരി പുറമേ പരിക്കനാണെങ്കിലും അവൻ്റെ മനസ്സിൽ ഒരു ശുദ്ധനാ. അവൻ ആളൊരു പാവമാണ്. പിന്നെ അവൻ്റെ അച്ഛനെ കൊന്നത് പോലീസുകാരാണെന്നുള്ള ഒരു ധാരണ അവൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവന് പോലീസുകാരോട് ഇത്ര ദേഷ്യം. അതൊക്കെ മാറ്റിയെടുക്കാൻ മഞ്ജുവിനെ കൊണ്ടാവും. മഞ്ജുവിൻ്റെ കാര്യം ഞാൻ ഗിരിയോട് സംസാരിക്കാം. പകരം എനിക്കൊരു സഹായം കൂടി ചെയ്യാവോ? എന്ത് സഹായമാണെന്ന് മഞ്ജു ചോദിക്കണേ. അന്നേരം മുകുന്ദൻ പറയണേ, അത് മറ്റൊന്നുമല്ല, ആ പയ്യനില്ലേ പോലീസുകാർ തല്ലാതൊന്നും നോക്കാവോ? അന്നേരം മഞ്ജു ചിരിച്ചുകൊണ്ട് പറയണേ, അതിനെന്താ, അത് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ മുകുന്ദൻ അവിടെ നിന്നും പോകുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗിരിയുടെ വീടാണ് കേട്ടോ. അവിടെ പുറത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാനുമതിയുടെ അരികിലേക്ക് സ്വപ്നം വന്നിട്ട് പറയണേ, അമ്മേ ശാലിനി എന്നെ വിളിച്ചു. ആ മഞ്ജു അവളുടെ വീട്ടിൽ ചെന്നിരുന്നു എന്ന്. അവളെന്തിനാ ശാലിനിയുടെ വീട്ടിൽ പോയത്? അന്നേരം സ്വപ്നം പറയണേ, ഗോപാൽജി അവൾക്ക് സ്വർണ്ണാഭരണവും മറ്റും കൊടുത്തിരുന്നല്ലോ, അതൊക്കെ തിരികെ ഏൽപ്പിക്കാനാണ് പോയതെന്ന്. അതേക്കുന്ന ഭാനുമതി ദേഷ്യത്തോടെ പറയണേ, അവൾ ഈ വീട്ടിൽ വന്നതോടെ ആ ഒരു സാമ്പത്തിക ലാഭം മാത്രം ഉണ്ടായത്. അതും ആ നാശം പിടിച്ചവള് കളഞ്ഞു കുളിച്ചോ? അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും മഞ്ജു തിരികെ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ മഞ്ജുവിനെ കാണുന്നതും കാലി പൂണ്ടി നിൽക്കുവാണ് ഭാനുമതി സ്വപ്നയും. അങ്ങനെ നിൽക്കുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനും പ്രൊമോ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്